നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന കാര്യം 2026 ഫെബ്രുവരി മാസത്തെ നക്ഷത്രഫലമാണ് ഞാനിവിടെ പറയുന്നത്. അതിൽ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രങ്ങളുടെ കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ ഇവിടെ പറയുന്നത്. ഇവരെ സംബന്ധിച്ച്, ഈ പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ ഫെബ്രുവരി മാസത്തില് പ്രധാനപ്പെട്ട ചില ദിവസങ്ങളുണ്ട്. അത് ഞാൻ പറയാം. 5, 12, 19, 25, 26 തീയതികൾ. ഞാൻ ഒന്നുകൂടി പറയാം. 5, 12, 19, 25, 26 തീയതികൾ ഇവരെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമായ തീയതികളാണ്. പൂരുരുട്ടാതി നക്ഷത്രം കുംഭക്കൂറിലും മീനക്കൂറിലും വരുന്നതാണ്. മനസ്സിലായ? പൂരുരുട്ടാതി 1/4 ഭാഗം കുംഭക്കൂറിലും 1/4 ഭാഗം മീനക്കൂറിലും വരുന്ന നക്ഷത്രമാണ്. കുംഭക്കൂറിന് 7:30 ശനി അവസാന സമയമായ ഒരു സമയവും കൂടിയാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് 7:30 ശനി കടന്നു പോകാൻ പോകുന്ന സമയമാണ്. മീനക്കൂറിന് 7:30 ശനിയുടെ തുടക്കകാലവും കൂടിയാണ്. ഇത് മീനക്കൂറുകാരെ സംബന്ധിച്ച് 7:30 ശനി തുടക്കത്തിന്റെ കാലവും കൂടിയാണ്. പിന്നെ മീനക്കൂറിന് വേഴം 4-ൽ നിൽക്കുന്നതും കുംഭക്കൂറിന് വേഴം 5-ലും ഗുണകരമാണ്. ഇത് രണ്ടും വേഴത്തിനെ കൊണ്ട് ഇവർക്ക് ഈ മാസം ഗുണകരമായിരിക്കും. ദൂരയാത്രക്ക് സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. ഈ മാസം പ്രമോഷൻ, അതേപോലെയുള്ള ഉദ്യോഗ കയറ്റങ്ങൾ കിട്ടാൻ സാധ്യത കാണുന്നുണ്ട്. ഗ്രഹോപകരണങ്ങൾ വാങ്ങാനും വീട് നവീകരിക്കാനും ഇവരെ സംബന്ധിച്ച് ഈ മാസം കഴിയുന്നതാണ്. ഭൂമി ഇടപാടുകളിൽ നേട്ടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ച് ഭൂമി ഇടപാടുകളിൽ സംബന്ധമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ്. ഇനി ഉത്രട്ടാതി നക്ഷത്രക്കാർ ഇവര് മീനക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. ഇവർക്ക് വേഴം 4-ൽ നിൽക്കുന്നു. അത് ഗുണമാണ്. ഇവരെ സംബന്ധിച്ച്, ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഈ ഫെബ്രുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ചില ദിവസങ്ങളുണ്ട്. 6, 13, 20, 27, 28 തീയതികൾ ഇവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട തീയതികളാണ്. ഇവർക്ക് ശുഭകരമാവുന്ന ഒരു തീയതികളാണ് ഇവരെ സംബന്ധിച്ച്. ശനി ജന്മരാശിയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ജോലിയിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ 4-ലെ വേഴം ഇവർക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യും. രാഹു 12-ൽ നിൽക്കുന്നതിനാൽ അധിക ചെലവ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. കേതു 6-ലാണ് നിൽക്കുന്നത്. അതും ഇവർക്ക് ഗുണകരമാണ്. സന്താന ഗുണങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ബന്ധുജന സമാഗമങ്ങൾ ഇവർക്ക് സംഭവിക്കാവുന്നതാണ്. ബന്ധുജന സമാഗമം ഇവരുടെ വീടുകളിൽ ഉണ്ടാകാം. യാത്ര പോകേണ്ടതായിട്ടും വരും. ഈ മാസത്തില് യാത്ര പോയാൽ ആ യാത്ര ഗുണകരമാവുകയും ചെയ്യും. മുതിർന്നവരുടെ സഹായങ്ങൾ കിട്ടുന്ന ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. കുടുംബസുഖം ഉണ്ടാവുകയും ചെയ്യും ഇവർ. ഇനി രേവതി നക്ഷത്രക്കാർക്ക് ഇവർ മീനക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. ഇവർക്ക് ദൈവാനുകൂല്യം ഉള്ള ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് എന്നാൽ 7:30 ശനിയുടെ സമയമാണെങ്കിലും 4-ലെ വേഴം ഇവർക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. ഈ ഫെബ്രുവരി മാസത്തില് ഇവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചില ദിവസങ്ങളുണ്ട്. അതിതാണ് 1, 7, 14, 21, 22 തീയതികൾ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശുഭമായ തീയതികളായിരിക്കും. ഞാനൊന്നുകൂടി പറയാം. 1, 7, 14, 21, 22 തീയതികൾ ഇവർക്ക് ശുഭകരമാണ്. ശനി ജന്മരാശിയിലും രാഹു 12-ൽ പാപസ്ഥാനത്ത് നിൽക്കുന്നതും കേതു 6-ൽ ശത്രുഭാവത്തിൽ നിൽക്കുന്ന ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. കല, സാഹിത്യ, മാധ്യമ പ്രവർത്തന രംഗത്ത് ഉള്ളവർക്ക് എല്ലാ മേഖലകളിലും ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്.
മികച്ച നേട്ടങ്ങൾ ഇവർക്ക് കൈവരിക്കാൻ സാധിക്കുന്നു. ഉന്നതമായ പഠനത്തിന് പോകാൻ, അതായത് ഉന്നത പഠനത്തിന് പോകാൻ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവസരങ്ങൾ വരുന്നതാണ്. 4 വേഴം ഇവരെ സംബന്ധിച്ച് കുടുംബ സംബന്ധമായ ധനനേട്ടങ്ങളും കുടുംബ സംബന്ധമായ ഒരു നല്ല അവസ്ഥയും കുടുംബസുഖം കിട്ടാനും ഒക്കെയുള്ള ഒരു അവസരമായി ഈ 4 വേഴം ഈ ഫെബ്രുവരി മാസത്തിൽ ഇവർക്ക് ഗുണം ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഫെബ്രുവരി മാസം വളരെ ഒരു നല്ല മാസം ആയിരിക്കുകയും ചെയ്യും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.